ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമദ് നാരായണീയം ദശകം 54. കാളിയൻ്റെ കാളിന്തി പ്രാപ്തിയും ഗോകുലങ്ങൾക്ക് വിഷബാധയും. ശ്ലോകം 5. കാലേ തസ്മിന്നേകദാസീരപാണിം മുക്ത്വാ യാതേ യാമുനം കാനനാന്തം തുയ്യുദ്ധാമഗ്രീഷ്മഭീഷ്മോഷ്മതപ്താ ഗോപാലാവ്യാപിബൻ ശ്വേളതോയം. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. കാലേ തസ്മിൻ ഏകദാ സീരപാണിം മുക്ത്വാ യാതേ യാമുനം കാനനാന്തം തുയ്യുദ്ധാമ ഗ്രീഷ്മ ഭീഷ്മോഷ്മതപ്താ ഗോപാല വ്യാപിബൻ ക്ഷ്വേളതോയം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തസ്മിൻ കാലേ അക്കാലത്ത്, ഏകദ ഒരിക്കൽ, തുയി അങ്ങ്, സീരപാണിം ബലരാമനെ, മുക്ത്വ വിട്ടിട്ട്, യാമുനം യമുനയുടെ, കാനനാന്തം വനാന്തർഭാഗത്ത്, യാതേ പോയപ്പോൾ, ഉദ്ദാമ ഗ്രീഷ്മ ഭീഷ്മോഷ്മതപ്ത വലിയ വേനലിൻ്റെ ഭയങ്കരമായ ചൂടുകൊണ്ട് നല്ല പോലെ തപിച്ച, ഗോപാല ഗോക്കളും ഗോപാലന്മാരും, ക്ഷ്വേളതോയം വിഷം കലർന്ന വെള്ളം, വ്യാപിബൻ കുടിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. കാലേ തസ്മിൻ ഏകദ ചേർത്തിട്ടാണ് തസ്മിന്നേകദ, സീരപാണിം മുക്ത്വാ, ത്വാ നവള ചിഹ്നം ദീർഘം അതൊക്കെ ശ്രദ്ധിച്ചോളൂ. യാതേ യാമുനം കാനനാന്തം തുയ്യുദ്ധാമ ഗ്രീഷ്മ ഭീഷ്മോഷ്മതപ്ത. ഭീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തുയ്യുദ്ധാമ ദ എന്നുള്ളത് 2 ദ എന്നാണ്. അത് ഒന്ന് മെല്ലെ ഊന്നി പറയണം. ഗോപാല വ്യാപിബൻ ബ എന്നാണ്. ക്ഷ്വേളതോയം ക്ഷ്വേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കാലേ തസ്മിന്നേകദാ സീരപാണിം മുക്ത്വാ യാതേ യാമുനം കാനനാന്തം തുയ്യുദ്ധാമ ഗ്രീഷ്മ ഭീഷ്മോഷ്മതപ്താ ഗോപാല വ്യാപിബൻ ക്ഷ്വേളതോയം. അടുത്തത് 6ാമത്തെ ശ്ലോകം. നശ്യജ്ജീവാൻ വിച്യുതാൻ ക്ഷ്മാതലേ താൻ വിശ്വാൻ പശ്യന്നച്യുതത്വം ദയാർദ്രഃ പ്രാപ്യോപാന്തം ജീവയാമാസിതദ്രാഗ് പീയൂഷാംഭോ വർഷിഭിഃ ശ്രീകടാക്ഷൈഃ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. നശ്യത് ജീവാൻ, വിച്യുതാൻ ക്ഷ്മാതലേ താൻ വിശ്വാൻ, പശ്യൻ അച്യുത ത്വം ദയാർദ്രഃ പ്രാപ്യോപാന്തം ജീവയാമാസിത ദ്രാക് പീയൂഷാംഭോ വർഷിഭിഃ ശ്രീകടാക്ഷൈഃ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. അച്യുത അല്ലയോ കൃഷ്ണ, നാശമില്ലാത്തവനെ, ത്വം അവിടുന്ന്, താൻ വിശ്വാൻ ആ ജനങ്ങളെയെല്ലാം, നശ്യജ്ജീവൻ ജീവഹാനി വന്നവരും, ക്ഷ്മാതലേ ഭൂമിയിൽ, വിച്യുതാൻ വീണവരുമായി, പശ്യൻ കണ്ടിട്ട്, ദയാർദ്ര ദയ കൊണ്ട് അലിവുള്ളവനായി, ഉപാന്തം സമീപം, പ്രാപ്യ എത്തിയിട്ട്, പീയൂഷാംഭോ വർഷിഭിഃ അമൃതജലം വർഷിക്കുന്ന, ശ്രീകടാക്ഷൈഃ മനോഹര കടാക്ഷം കൊണ്ട്, ദ്രാഗ് വേഗം, ജീവയാമാസിത ജീവിപ്പിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. നശ്യത് ജീവാൻ അത് ചേർത്തെഴുതുമ്പോൾ 2 ജ എന്ന് വേണം. നശ്യജീവാൻ. വിച്യുതാൻ ച്യു, ചു അല്ല ച്യു എന്നാണ്. വിച്യുതാൻ. ക്ഷ്മാതലേ
ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ക്ഷ്മാ തലേ താൻ വിശ്വാൻ പശ്യൻ അച്യുത ചേർത്തിട്ടാണ് പശ്യന്നച്യുത. ഇവിടെ അതേപോലെ ച്യു എന്നുള്ളത് ശ്രദ്ധിച്ചോളൂ. ചു എന്ന് അല്ല, ച്യു എന്നാണ്. ത്വം ദയാർദ്ര അവിടെ വിസർഗം. പ്രാപ്യോപാന്തം ജീവയാമാസി ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദ്രാക്ക് പീയൂഷാംഭോ വർഷിഭി അവിടെ വിസർഗം. പീയൂഷാംഭോ ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭി എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. ശ്രീകടാക്ഷൈ വിസർഗത്തോടു കൂടെ അങ്ങനെ നിർത്തണം. ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നശ്യജ്ജീവാൻ വിച്യുതാൻ ക്ഷ്മാതലേതാൻ വിശ്വാൻ പശ്യന്നച്യുതത്വം ദയാർദ്ര പ്രാപ്യോപാന്തം ജീവയാമാസി തദ്രാക് പീയൂഷാംഭോ വർഷിഭി ശ്രീകടാക്ഷൈ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.